ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മിൽക്കാസ് ദം കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മളുടെ ചെറുപയറും മത്തങ്ങയൊക്കെ ഇട്ട് എരിശ്ശേറി പോലെ തന്നെ, പക്ഷേ വേറൊരു ടൈപ്പിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റിയ, അറിയാലോ, മത്തങ്ങയാണെങ്കിലും ചെറുപയറാണെങ്കിലും നല്ല പ്രോട്ടീനുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയും ചെയ്യും, നന്നായിട്ട് ഭക്ഷണം കഴിക്കും കുട്ടികൾ. അപ്പോൾ നമുക്കൊന്ന് അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടിട്ട് വരാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനേക്ക് ഒന്ന് അയച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് മീഡിയം സൈസിൽ സവാള ഒന്ന് അരിഞ്ഞ് ഇതുപോലെ ഇട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് എൻ്റെ മോനും കൂടിയിട്ടുണ്ട് കേട്ടോ വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി, ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ പച്ചമുളകും ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മത്തങ്ങയാണ് എടുത്തേക്കുന്നത്. ഒരുപാട് പഴുത്ത മത്തങ്ങയല്ല. എന്നിട്ട് തൊലി കളയാണ്ട് നന്നായിട്ട് കഴുകി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. തൊലി കളയാണ്ടിരുന്ന് കഴിഞ്ഞാൽ അധികം അങ്ങാട് വെന്ത് അലിഞ്ഞു പോകില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. ഇനി പയറിന് തൊട്ടുമീതെ നിൽക്കുന്ന വിധത്തിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ഇടുന്നില്ല. നമ്മൾ അടുപ്പത്ത് വെച്ച് ആവി വന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ വെയിറ്റ് നമ്മൾ ഇടുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങൾ, കാരണം റിസ്ക്കാണ് ശരിക്കും ഇത് കുക്കറിൽ വയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറേ അപകടങ്ങൾ ഒഴിവാക്കാം. ഇനി ഞാനിത് 3 വിസിൽ കേൾക്കുന്ന വിധത്തിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 3 വിസിലിന് ശേഷം നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിടും. എന്നിട്ടിത് മാറ്റി വയ്ക്കുകയാണ്. അതവിടെ ഇരുന്നോട്ടെ. അത് എയർ പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി തേങ്ങ ചിരകിയത് ഒരു 1/2 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 5 ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി. പിന്നെ ആവശ്യത്തിന് വേപ്പിലയും നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് കുക്കറിൽ ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഇത്രയും മതി. നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങയുടെ അളവിൽ തന്നെ, തേങ്ങ എടുത്തിരിക്കുന്നത് നമ്മൾ 1/2 കപ്പാണ്. അപ്പോൾ 1/2 കപ്പിൽ വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ചട്നിക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ, തേങ്ങ ചമ്മന്തിയും തേങ്ങ ചട്നിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല അത്യാവശ്യം എല്ലാം നല്ല വെന്ത് ഇരിപ്പുണ്ട്. പയറാണെങ്കിലും അതുപോലെ നോക്കി മത്തങ്ങ കണ്ടോ, ഒരുപാട് ഉടഞ്ഞു പോയിട്ടില്ല. എന്നാൽ അത്യാവശ്യം വെന്തിട്ടുമുണ്ട്. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നമുക്ക് ആയിക്കിട്ടണം. അതുപോലെ നമുക്ക് ആക്കിയെടുക്കുകയാണെങ്കിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തൊണ്ട് കളയണം എന്നില്ല. അപ്പോൾ അതുപോലെ ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചത് ചേർത്തതിന് ശേഷം നമുക്ക് ആ തവിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓണാക്കി പാൻ വെച്ച് കൊടുക്കാം. ആ പാൻ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് 2-3 ഉലുവ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറ്റൽമുളക് 3 വറ്റൽമുളക് കീറിയിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വേപ്പില, ഒരു 3-4 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം.
ഇനി നമ്മളിതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും നമ്മളുടെ മസാലകൾ ഇപ്പോൾ ചേർത്തിരിക്കുന്ന എല്ലാ മസാലകളും ചേർന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ മത്തങ്ങയും ചെറുപയറും തേങ്ങ അരച്ച് വെച്ച ആ ഒരു റെസിപ്പി നിന്ന് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. പിന്നെ അതേസമയം നമ്മൾ 1 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കൊന്ന് ഓഫ് ചെയ്തിടാം. ലോ ഫ്ലെയിമിലാണെന്ന് മറക്കരുത്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പം അത് ചെയ്തതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്തിട്ടതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കഴിക്കാൻ പറ്റിയതാണ്. എസ്പെഷ്യലി എൻ്റെ മോനെ സംബന്ധിച്ച് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു കറിയാണിത്. ഇതുണ്ടെങ്കിൽ ചോറ് അവൻ നന്നായിട്ട് കഴിക്കും. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബൈ.